അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുസ്കയാണ്. പ്ലെയിൻ കുസ്ക, അതായത് പ്ലെയിൻ ബിരിയാണി. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ത് കറിയും, ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ പിന്നെ പുഴുങ്ങിയ മുട്ട ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുസ്ക ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ ബിരിയാണി അരി എടുത്തിട്ടുള്ളത്. ബിരിയാണി അരിയോ ജീര റൈസോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-30 മിനിറ്റ് ഞാൻ കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1 കിലോ അരി അങ്ങനെ അനുസരിച്ച് പിന്നെ ചേർക്കേണ്ട മസാലയൊക്കെ കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ കുസ്ക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്ര ഐറ്റംസ് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിനയില. നമ്മൾ ഇതിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 4-5 ഉള്ളി അരിഞ്ഞെടുക്കാം. സവാള ഉള്ളി അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കുസ്ക തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. നമ്മളിപ്പോൾ 1 കിലോ 1/2 കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ നമ്മുടെ അരിക്കനുസരിച്ച് നെയ്യ്, പിന്നെ പകുതി എണ്ണ പകുതി നെയ്യ്, അങ്ങനെ. അല്ലെങ്കിൽ നെയ്യ് മുഴുവൻ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആ രീതിയിൽ ഒഴിക്കാം. ഇപ്പം ഞാൻ പകുതിയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക പൊടിച്ചത് ഇത്രയൊന്നിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴലണം. ഞാനിത് എൻ്റെ ചെറിയ കുക്കറിലോട്ട് മാറ്റി കേട്ടോ. അപ്പം കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാലകൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, 2 ബേ ലീവ്സ്, 1 ടീസ്പൂണോളം ബിരിയാണി മസാല, ആവശ്യമെങ്കിൽ കുറച്ച് ഗരം മസാല. അപ്പോൾ ഞാൻ ബിരിയാണി മസാല ചേർത്തത് കൊണ്ടും പിന്നെ നമ്മൾ ആദ്യം പട്ടയൊക്കെ ഇട്ടില്ലായിരുന്നോ, അത് കാരണം ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. ഇതിലോട്ട് 1/2 കപ്പ് തൈര് ചേർക്കാം. നമ്മുടെ ചോറിനനുസരിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബിരിയാണി അരിക്കനുസരിച്ച്. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് അരി ഉള്ളതുകൊണ്ട് ഒരു 1/2 കപ്പ് 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അരി ചേർക്കാം. വെച്ചിരിക്കുന്ന അരി ഇതുപോലെ കൈകൊണ്ട് വാരി അരി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. പാകത്തിന് ഉപ്പൊക്കെ ഇപ്പം ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. ഒട്ടും കൂടി പോവോ കുറഞ്ഞു പോവോ ചേർത്ത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അളന്ന് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തുറന്നു. ഒരു നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെന്ത് പോയോ കുറഞ്ഞോ ഒന്നുമില്ല. ഒരേ ഒരു വിസിൽ, 1.5 കപ്പ് വെള്ളം. അളവുമൊക്കെ കൃത്യമാണല്ലോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ, അതല്ല വറുത്ത ചിക്കനൊക്കെ മുട്ടയൊക്കെ വെച്ച് ദം ചെയ്തു എടുക്കാം. ഇതേപോലെ എടുത്ത് കറികളും കൂട്ടി കഴിക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്